ടാറ്റയുടെ ഏറ്റവും സേഫസ്റ്റ് കാർ, ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് കാറുകളിൽ ഒന്ന് എന്നൊക്കെ അവകാശപ്പെടുന്ന ടാറ്റയുടെ ഒരു നെക്സോൺ കാർ 2021 ഞാൻ വാങ്ങുകയുണ്ടായി. ഒരു വണ്ടി വാങ്ങിച്ചതിൽ പിന്നെയാണ് ഞാൻ ഈ വണ്ടി വഴിയിൽ കിടക്കുന്നതിന്റെ ദുരന്താവസ്ഥ നേരിട്ട് അനുഭവിച്ച് അറിയാനായിട്ട് തുടങ്ങിയത്. മിക്കവാറും ദിവസങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് വണ്ടി ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ വഴിയിൽ പെടുന്ന അവസ്ഥ. ഭാഗികമായിട്ട് എന്ന് ഞാൻ പറയുന്നത് വണ്ടിയുടെ പവർ വല്ലാണ്ട് ലോസായി വീട്ടിലേക്ക് എഴഞ്ഞെഴഞ്ഞ് പോവേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എഴഞ്ഞെഴഞ്ഞ് പോവേണ്ടി വരുന്ന ഒരവസ്ഥ. എന്താണെങ്കിലും അത് വളരെ ദുരന്തകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. 2021 ഈ ടാറ്റയുടെ നെക്സോൺ കാർ വാങ്ങുന്ന സമയത്ത് എല്ലാ ആളുകളും എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരുന്ന ഈ മാരുതിയുടെ പപ്പടം ഫീലിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുക, സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നീ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്റെയും മുൻഗണന. അങ്ങനെ വണ്ടി വാങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് വണ്ടിക്ക് സേഫ്റ്റിയെക്കാളും കൂടുതലായിട്ട് ഒരു പ്രൈമറി പർപ്പസ് ഉണ്ട്. യാത്ര ചെയ്യാനായിട്ട് ഉതകുന്നതായിരിക്കണം. എപ്പോഴും നമ്മൾ വഴിയിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ സേഫ്റ്റി പ്രൊമോഷൻ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നേരിട്ട് ഒരു ഉപകാരവും കിട്ടുന്നില്ല. ആ ഒരു വസ്തു അതിന്റെ പ്രൈമറി പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള വണ്ടിയിൽ ഞാൻ ഏതെങ്കിലും ഒരു കൊടും വനത്തിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വരികയാണ്. എന്നാൽ ഈ വണ്ടിയുടെ പുവർ റിലയബിലിറ്റി കാരണം, ഇതിന്റെ സ്ഥിരമായിട്ട് വരുന്ന മെക്കാനിക്കൽ ഫെയിലർ കാരണം ഞാൻ അർദ്ധരാത്രിയിൽ ഈ വനത്തിൽ പെട്ടുപോവുകയാണ്. വല്ല ആന ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ 6 എയർ ബാഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് സംഭവിച്ചു, വണ്ടിക്ക് എന്താണ് പ്രശ്നം എന്നറിയാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്തായിരിക്കും ഒരു കടുവ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഈ അർദ്ധരാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ട് കിടക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടാക്കി തരുന്ന വണ്ടിയും ഒരു അൺസേഫ് വണ്ടി തന്നെയാണ്.